നമസ്കാരം. കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഉഷ്ണതരംഗത്തിൻ്റെ ഇക്കാലത്ത് അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നതിലാണ് മൃഗങ്ങളും കർഷകരും പാടുപെടുന്നത്. അപ്പോഴാണ് കന്നേറ്റി കായലിൻ്റെ തീരത്ത് മുട്ടക്കോഴികൾക്കായി വലിയ കൂടാരങ്ങൾ സഫീർ തീർത്തത്. BV380യും ഗ്രാമശ്രീയുമൊക്കെ ഉണ്ട് അതിൽ. കന്നേറ്റി കായൽ തീരത്ത് സഫീർ തീർക്കുന്ന മുട്ടക്കോഴി കാഴ്ചകളാണ് ഇന്നത്തെ ഹരിതം സുന്ദരത്തിൽ. കാണാം കന്നേറ്റിൽ കായൽ തീരത്തെ മുട്ട വിപ്ലവം. കളിയോടങ്ങളും ജലോത്സവങ്ങളും നിരവധി കണ്ട ഇടം കന്നേറ്റി കായൽ. അഷ്ടമുടിക്കായൽ കായംകുളം കനാലിൽ ചേരുന്ന ഭാഗമാണ് കന്നേറ്റിക്കായൽ. കന്നേറ്റിക്കായലിൻ്റെ തീരത്താണ് പനേറ വീട്. ഒരുപക്ഷെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരിടം. വൃക്ഷലതാദികൾ കൊണ്ട് വനസദൃശ്യമായ ഒരിടത്താണ് പനേറ വീട്. എങ്കിലും കർഷകർ എല്ലാവരും അറിയുന്ന ഒരിടമാണ് ഇവിടം. കാരണം മറ്റൊന്നുമല്ല, മുട്ടക്കോഴി വളർത്തൽ രംഗത്ത് സാധ്യമായതെല്ലാം കിട്ടുന്ന ഇടം. കേരളത്തിലെ നിരവധി മുട്ടക്കോഴി കർഷകരെ സഹായിച്ച വീട്. സഫീറാണ് ഇവിടെ നായകൻ. പരമ്പരാഗതമായി കൃഷിരംഗത്തുള്ളവരാണ് സഫീറിൻ്റെ കുടുംബം. തടി വിൽപ്പന രംഗത്തു നിന്നും തടി പ്രോസസ്സിംഗ് രംഗത്തു നിന്നും വന്നവരാണ് അവർ. കോഴിക്കൂട് നിർമ്മിച്ചു നൽകുമോ എന്ന ചിലരുടെ ചോദ്യമാണ് ഒടുവിൽ വമ്പൻ കോഴി വ്യവസായ രംഗത്തേക്ക് സഫീറിനെ എത്തിച്ചത്. കോഴികളെന്നാൽ എപ്പോഴും ആദായം നൽകുന്നവരാകണം എന്ന നിർബന്ധമുണ്ട് സഫീറിന്. അതുകൊണ്ട് തന്നെ അന്നേ തിരഞ്ഞെടുത്തത് മുട്ടക്കോഴികളെയാണ്. 10-40 മുട്ട തരുന്ന നാടൻ കോഴികളിൽ നിന്നായിരുന്നു പ്രയാണം. ഇന്നത് എത്തി നിൽക്കുന്നത് ഏറ്റവും അധികം മുട്ട നൽകുന്ന, മുട്ടരംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച BV380 കോഴികളിലാണ്. ചില്ലറക്കാരല്ല BV380 ഇനം, സാക്ഷാൽ അമേരിക്കൻ ഇനം. അവർക്കായി കന്നേറ്റിൽ കായൽ തീരത്ത് വിശാലമായ കൂടാരങ്ങളാണ് സഫീർ പണിയെടുപ്പിച്ചത്. സുമാർ 40 അടി നീളവും 20 അടി വീതിയുമുള്ള ഷെഡുകൾ. കൂടാരങ്ങളുടെ മേലാപ്പെല്ലാം ഓടായിരിക്കണം എന്ന നിർബന്ധമുണ്ട്. അങ്ങനെയെങ്കിൽ കോഴികൾക്ക് ഉഷ്ണക്ലേശം അധികം വരില്ല. മുട്ടക്കോഴികൾ ഉഷ്ണതരംഗത്തെ അതിജീവിക്കുന്നവരല്ല. സ്വതവേയുള്ള ശരീരതാപനില 104 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ചെറിയൊരു താപവ്യത്യാസം മതി കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകാൻ. ശ്വാസകോശങ്ങൾക്ക് അളവ് കുറവായതുകൊണ്ട് അധികം ഉച്ഛ്വാസവായുവും കോഴികൾക്കില്ല. അങ്ങനെയും താപനിയന്ത്രണം അവർക്ക് സാധ്യമല്ല. മുട്ടക്കോഴികളായാലും വളർത്തുകോഴികളായാലും അവയുടെ നെഞ്ചിൽ കാറ്റടിക്കുന്ന രീതിയിൽ വേണം കൂടാരങ്ങൾ നിർമ്മിക്കുവാൻ. കന്നേറ്റിക്കായലിൽ നിന്നും യഥേഷ്ടം വായു ഒഴുകി പുറത്തേക്ക് പോകത്തക്ക രീതിയിലാണ് കോഴിക്കൂടുകളുടെ ക്രമീകരണം. ഇരട്ട നിലകളാണ് ഷെഡുകൾ. കേജുകളിലാണ് വലിയ കോഴികൾക്ക് സ്ഥാനം. മുട്ടയിടാൻ പാകമായ കോഴികളൊക്കെ മുകളിൽ കേജുകളിൽ താമസിക്കും. തൊട്ടുതാഴെ കുഞ്ഞുങ്ങൾക്ക് സ്ഥാനമുണ്ട്. ഡീപ് ലിറ്റർ രീതിയിലാണ് അവയെ വളർത്തുക. അതായത് 107 ദിവസം വരെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് താഴെ തന്നെ സ്ഥാനം. ഭംഗിയായി കോൺക്രീറ്റ് ചെയ്ത തറയിൽ 5 സെന്റിമീറ്റർ കനത്തിൽ തടിച്ചീലുകളിടും. 107 ദിവസം വരെ തടിച്ചീലുകളുടെ പുറത്താണ് കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുക. പിന്നീടവ മുകളിലേക്ക് കയറും. വയർമെഷുകളാണ് കോഴിക്കൂടുകളുടെ അതിർത്തി. അതൊക്കെയും ഭംഗിയായി നിർമ്മിച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ഫീഡറുകളും വാട്ടറുകളും നിരവധിയുണ്ട്. കോഴികൾക്ക് യഥേഷ്ടം ശുദ്ധജലം വേണം. വേനൽക്കാലത്ത് ഐസിട്ട ശുദ്ധജലം തന്നെ നൽകുവാൻ ശ്രദ്ധിക്കും. അത് കൃത്യമായി നിപ്പിൾ ഡ്രിങ്കർ വഴിയാണ് കോഴികൾക്ക് എത്തുക. വെള്ളം തട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം. വെള്ളം തട്ടി ലിറ്ററിൽ വീണാൽ ലിറ്റർ അമോണിയ വാതകത്താൽ നിറയും. വിഷവാതകം അമിതമായി കൂട്ടിലെത്തിയാൽ കോഴികൾക്ക് ശ്വാസം മുട്ട് നേരിടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം. കാലത്തിനൊത്ത മുട്ടക്കോഴികളാണ് BV380 കോഴികൾ. 5-ാം മാസം തുടക്കത്തിൽ തന്നെ അവ മുട്ടയിട്ട് തുടങ്ങും.
പൂവനെയും പിടയെയും നേരത്തെ തിരിച്ചറിയാം എന്നതാണ് BV380 കോഴികളിലെ കൗതുകം. ഒരുപക്ഷെ മുട്ടക്കോഴി രംഗത്ത് ഈ പ്രത്യേകതകൾ കൊണ്ട് എല്ലാവരെയും തോൽപ്പിച്ചവരാണ് BV380 കോഴികൾ. ആദ്യ ആഴ്ച തന്നെ ചിറകുകളിൽ കറുത്ത കുറുവരകൾ വീഴുന്നതാണ് പൂവൻ കോഴി ഇനം. പിടക്കോഴികളാകട്ടെ അസൽ ചെമ്പൻ നിറ തൂവലുകളാണ്. തലപ്പൂവിൻ്റെ അഴക് BV380 കോഴികളിൽ വ്യത്യസ്തമാണ്. തലപ്പൂവ് അർദ്ധചന്ദ്രാകൃതിയിൽ വളയുന്നതോടെ കോഴികൾ മുട്ടയിട്ട് തുടങ്ങും. 5-ാം മാസം മുതൽ 18-ാം മാസം വരെ തുടർച്ചയായി മുട്ടകളിടുന്ന പതിവുണ്ട് BV380 കോഴികൾക്ക്. ആഴ്ചയിൽ 5, മാസത്തിൽ 25, വർഷത്തിൽ 300 എന്നിങ്ങനെയാണ് BV380യുടെ മുട്ടക്കണക്ക്. അങ്ങനെ എല്ലായിടത്തും ചികഞ്ഞു നടക്കുന്നവരല്ല BV380 കോഴികൾ. കൂടുകളിൽ തന്നെ പാർക്കാനാണ് അവർക്കിഷ്ടം. 120 മുതൽ 150 ഗ്രാം വരെ തീറ്റ ദിവസവും വേണം. അത് PVC പൈപ്പുകളിലും തീറ്റപാത്രങ്ങളിലുമൊക്കെ കൃത്യമായി നൽകിയാൽ കൃത്യമായി മുട്ട കിട്ടിത്തുടങ്ങും. പച്ചക്കറിയോട് പ്രിയം ഏറെയാണ് BV കോഴികൾക്ക്. പ്രത്യേകിച്ചും വേനൽക്കാലത്ത് അവർക്ക് അതെല്ലാം നൽകുവാൻ സഫീർ രംഗത്തുണ്ട്. ക്യാബേജാണ് പ്രധാന ഇനം. അത് കൃത്യമായി അരിയുവാൻ സഫീർ രംഗത്തുണ്ട്. പോളിഫിനോൾസ്, കരോട്ടിനോയിഡ്സ്, ഗ്ലൂക്കോസിനേഡൈറ്റ്സ് എന്നീ ആൽക്കലോയിഡുകളുടെ സംയുക്തമുണ്ട് ക്യാബേജിൽ. വീക്കങ്ങൾ കുറയ്ക്കുവാനും സൂര്യതാപം ഏൽക്കാതിരിക്കുവാനും ഇവ സഹായിക്കും. ഉത്തമമായ രോഗപ്രതിരോധ ശക്തി കൂടി ക്യാബേജുകൾ നൽകും. എല്ലുകൾക്ക് ഉറപ്പ് നൽകുവാനും രോഗങ്ങൾ വരാതിരിക്കുവാനുമൊക്കെ ക്യാബേജ് തീറ്റ സഹായിക്കും. ബീറ്റ്റൂട്ട് വ്യത്യസ്ത ഇനക്കാരാണ്. ബീറ്റ്റൂട്ടിൻ്റെയും വലിയ ഒരു ശേഖരം കരുതിയിട്ടുണ്ട് സഫീർ. വൈറ്റമിനുകളുടെയും ധാതുലവണങ്ങളുടെയും ഒരു മിശ്രിതമുണ്ട് ബീറ്റ്റൂട്ടിൽ. സോഡിയവും സിങ്കും മാംഗനീസും പൊട്ടാസ്യവുമൊക്കെ ബീറ്റ്റൂട്ട് കരുതിയിട്ടുണ്ട്. ഉത്തമ രോഗപ്രതിരോധമാണ് പപ്പായയുടെ ഇല. അത് കൃത്യമായി മുറിച്ച് നൽകുവാൻ സഫീർ രംഗത്തുണ്ട്. BV380യോടൊപ്പം പ്രിയമുള്ള കോഴികളാണ് ഗ്രാമശ്രീ കോഴികൾ. ഒരു കാലത്ത് കേരളത്തിലെ വീട്ടമ്മമാരുടെ പ്രിയ തോഴിമാരായിരുന്നു ഗ്രാമശ്രീ കോഴികൾ. സാക്ഷാൽ കേരള വെറ്ററിനറി സർവകലാശാല വികസിപ്പിച്ച ഇനം. അടുക്കളമുറ്റത്ത് വളരും എന്നതാണ് ഈ പുള്ളിക്കോഴികളുടെ പ്രത്യേകത. അമിത തീറ്റ ആവശ്യമില്ല. അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്നതെന്തും കഴിച്ച് 1-ാം തരം തവിട്ടുമുട്ട നൽകുവാൻ തയ്യാർ. ഒരു സിന്തറ്റിക് ബ്രീഡാണ് ഗ്രാമശ്രീ. ഗ്രാമങ്ങളുടെ ഐശ്വര്യം തന്നെയാണ് അവൾ. വിവിധ ഇനം മുട്ടക്കോഴി ഇനങ്ങളുടെ സംയുക്തമാണ് ഗ്രാമശ്രീ. റോഡ് ഐലൻഡ് റെഡ്, ന്യൂ ഹാംഷെയർ, പ്ലിമത്ത് റോക്ക്, നേക്കഡ് നെക്ക് എന്നിവയുടെ സംയുക്തത്താൽ ലോകോത്തരമായി ഉൽപ്പാദിപ്പിച്ച ഇനം. കുറച്ചൊക്കെ അടയിരിക്കും എന്നതും ഗ്രാമശ്രീയുടെ പ്രത്യേകതയാണ്. വിവിധ വർണ്ണങ്ങളുള്ള സുന്ദരിക്കോഴികൾ. പുള്ളിമേനിക്കാർ. സ്വർണവും ഓറഞ്ചും സൂര്യത്തിളക്കവും കരിങ്കറുപ്പും തവിട്ടും പാൽനിറവുമൊക്കെ അവരിൽ ചേരും. കരുനാഗപ്പള്ളി കന്നേറ്റിൽ പനേറ പൗൾട്രി ഫാമിൻ്റെ നായകൻ സഫീർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സഫീർ. നമസ്കാരം സാർ. ഈ ഒരു കാലത്ത് ഈ BV380 കോഴികളുടെ ഒരു വലിയ നിര ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നും മുട്ടക്കോഴി, സാധാരണ അടുക്കള മുറ്റത്ത് വളർത്തുന്ന മുട്ടക്കോഴി ഗ്രാമശ്രീയിലേക്ക് കൂടി ചേക്കേറി. എന്താ അതിൻ്റെ ഒരു കാരണം? അല്ല, ഓരോ ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സാറേ. ഇപ്പോൾ അടുക്കള വേസ്റ്റ് കഴിച്ച് മുട്ടയിട്ട് കൈത്തീറ്റ മറ്റൊന്നും കൊടുക്കാതെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, പിന്നെ അങ്ങനെയുള്ള നാടൻ വർഗ്ഗത്തിലുള്ള ഹൈബ്രിഡ് അല്ലാത്ത എന്നാൽ അര ഹൈബ്രിഡായിട്ടുള്ള കോഴികളെയും കൂടെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നമ്മൾ ചേർത്ത് ഈ പ്രാവശ്യം മുതൽ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ BV380യുടെ ഒരു കണക്ക് ആഴ്ചയിൽ 25 മുട്ട, ആഴ്ചയിൽ 5 മുട്ട, മാസത്തിൽ 25 മുട്ട, ആ ഒരു ക്രമത്തിലാണ്. അപ്പോൾ ഗ്രാമശ്രീ ആകുമ്പോൾ തുലവും മുട്ട കുറവാണ്. എങ്കിലും ആളുകൾ സ്വീകരിക്കുന്നതിൻ്റെ കാരണം അത് വെളിയിലുള്ള വേസ്റ്റ് കുത്തിപ്പറക്കി കഴിക്കും. പിന്നെ നമ്മുടെ പരിസരം വൃത്തിയാവും. പിന്നെ വൈകുന്നേരത്ത് പോയി തീറ്റി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് വാങ്ങിക്കാൻ പോകണ്ട. അപ്പോൾ അതിനുവേണ്ടി വ്യാവസായിക അടിസ്ഥാനത്തിൽ അത് പറ്റത്തില്ല. പക്ഷേ ഒരു 15 കോഴി 10 കോഴിയൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഒരു വീട്ടുമുറ്റത്ത് ഗാർഹിക ആവശ്യത്തിന് വേണ്ടി വീട്ടുമുറ്റത്ത് കോഴി വളർത്തുന്നവർക്ക് BV380 ആണോ യോജിച്ചത്, ഗ്രാമശ്രീയാണോ? ഇപ്പോഴത്തെ സ്ഥലസൗകര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കൂട്ടിലിട്ട് വളർത്താൻ ഒരു 20 സ്ക്വയർ ഫീറ്റിനകത്ത് 24 കോഴിയെ വളർത്താം. അത് BV380 പറ്റത്തുള്ളൂ. അഴിച്ചു വിടണ്ട, എങ്ങനെ ചെതയത്തില്ല. ഒരു കൂട്ടിനകത്ത് ഒരു ജയിൽ സംവിധാനത്തിലിരുന്ന് മുട്ടയിടുന്ന കോഴി BV380. ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് യോജിച്ച കോഴിയാണ്. അവർക്കൊരു 12 കോഴിയൊക്കെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ച് വളർത്താൻ വെക്കും. ഇപ്പോൾ ഈ വലിയൊരു ഉഷ്ണതരംഗം നല്ല രീതിയിൽ കേരളത്തിൽ വ്യാപിക്കുന്നൊരു സമയമാണ്.
അപ്പോൾ ഈ സമയത്ത് ഇത്രയും മാതൃകാപരമായി കായൽ തീരത്ത് ഇങ്ങനെ കൂടുകളൊക്കെ കെട്ടാനുള്ളൊരു കാരണം ഈ ഉഷ്ണത്തെ കൂടി കരുതിയാണോ? അത് സാറേ, നമ്മുടെ കൂടുകളെല്ലാം ഓടിട്ടിരിക്കുക, അതായത് ചൂട് കുറയ്ക്കാൻ വേണ്ടി. പിന്നെ ഓടില്ല, ഷീറ്റാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ആളുകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറി കടകളിലൊക്കെ വേസ്റ്റ് വരും, തക്കാളിക്ക വേസ്റ്റ് വരും, ബീട്രൂട്ട് വേസ്റ്റ് വരും, പിന്നെ മുട്ടക്രോസ് വേസ്റ്റ് വരും. അതൊക്കെ പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ 40 രൂപ വിലയുള്ള സാധനമാണെങ്കിൽ നമ്മളൊരു 5 രൂപ കൊടുക്കാമെങ്കിൽ അവർ കിട്ടും. അത് കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു 10-11 മണിയാകുമ്പം അരിഞ്ഞിട്ട് കൊടുക്കാമെങ്കിൽ ജലാംശം ചേർന്ന ഫുഡുകൾ അത് മൊത്തം അത് അവർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഉഷ്ണം അനുഭവപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഇതെല്ലാം നോക്കി നമ്മൾ ചെയ്തു പോവാമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ നോക്കുന്നു. അല്ലാതെ കുറേ കോഴിയെ വാങ്ങിച്ച് ഇട്ട് വളർത്തി അത് നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയോണ്ട് കാര്യമില്ല. ഗ്രാമശ്രീയുടെയും BV380യുടെയും ശേഖരം സഫീർ സൂക്ഷിക്കാൻ കാരണം മറ്റൊന്നാണ്, വിൽപ്പനയിലെ സുഖമാണ്. 5-10 കോഴികളെ വളർത്തുന്നവർക്ക് ഗ്രാമശ്രീയെ വാങ്ങാം. അല്പം വ്യാവസായിക ആവശ്യത്തിന് ചിന്തിക്കുന്നവർക്ക് BV380യെയും വാങ്ങാം. രണ്ടിനും ചുവന്ന മുട്ട തന്നെ. പൊതുവിപണിയിൽ ചുവന്ന മുട്ടയ്ക്ക് ഡിമാൻഡ് ഏറെയാണ്. അധിക നാൾ ഇരിക്കും എന്നതാണ് ചുവന്ന മുട്ടയുടെ മറ്റൊരു പ്രത്യേകത. വിശ്വാസം നഷ്ടപ്പെട്ടാൽ മുട്ടക്കോഴി രംഗത്ത് വീഴ്ച സംഭവിക്കാം. വാങ്ങിക്കൊണ്ടുപോകുന്ന കോഴികൾ ഉടൻ തന്നെ ചത്തുപോയാൽ പിന്നീട് സംരംഭകൻ്റെ വിശ്വാസം പോകും. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകിയാണ് പനേറ വീട്ടിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങൾ യാത്രയാവുക. മാരക്സ് രോഗത്തിനുള്ള പ്രതിവിധി നൽകിയാണ് 1-ാം ദിവസം കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുക. 6-ാം ദിവസം തന്നെ രാവിലെ അവർക്ക് IBH വാക്സിൻ നൽകണം. വൈകിട്ട് കഴുത്തിൽ കോഴി വസന്തയുടെ ആദ്യത്തെ കുത്തിവയ്പ്പുണ്ട്. 14-ാം ദിവസവും 24-ാം ദിവസവും IBD രോഗത്തിനായി കണ്ണിൽ തുള്ളിമരുന്നൊഴിക്കണം. 35-ാം ദിവസമാണ് കൊറൈസ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ്. 42-ാം ദിവസം തന്നെ ഫൗൾ പോക്സ് അഥവാ കോഴി വസൂരിക്ക് കുത്തിവയ്പ്പ് നൽകണം. കോഴികളെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് കോഴി വസന്ത. ഒരുപക്ഷെ നാട്ടിലെ കോഴികളെല്ലാം തന്നെ കൂട്ടത്തോടെ ചത്തുപോകാൻ കാരണക്കാരിയായ രോഗം. 70-ാം ദിവസം തന്നെ വീണ്ടും ബൂസ്റ്റർ ഡോസ് കോഴി വസന്തയ്ക്ക് നൽകിയേ തീരൂ. വാക്സിനുകളുടെ നിയമങ്ങളും ഡോസുമെല്ലാം സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ് സഫീറിന്. അതൊക്കെ തരാതരം പോലെ കൃത്യവും നൽകുവാൻ തയ്യാറുമാണ്. ഗ്രാമശ്രീ ഉൾപ്പെടെയുള്ള മുട്ടക്കോഴികളുടെ മാതൃശേഖരവും സഫീറിനുണ്ട്. 72 ആഴ്ചയാണ് മാതൃശേഖരത്തിൻ്റെ സമയം. 22 ആഴ്ച മുതൽ യൗവനയുക്തരാവുന്ന ഗ്രാമശ്രീ കോഴികൾക്ക് 10 ദിവസം ഒരുമിച്ചിട്ടാൽ 10-ാം ദിവസം മുതൽ തന്നെ മുട്ട കിട്ടിത്തുടങ്ങും. 8 പിടക്കോഴിക്ക് ഒരു പൂവൻ കോഴി എന്നതാണ് പ്രജനന കണക്ക്. കോഴികൾ മുട്ടയിടുന്നൊരു കാലം, ഇപ്പോൾ ഉദാഹരണമായിട്ട് 18 മാസം വരെ മുട്ടയിടും തുടർച്ചയായി, അല്ലെങ്കിൽ 26 മാസം വരെ മുട്ടയിടും. അങ്ങനെ നോക്കിയാൽ ഗ്രാമശ്രീയുടെ മുട്ടക്കാലവും ഈ BV380യുടെ മുട്ടക്കാലവും എങ്ങനെയാണ് സാറേ? BV380 എന്ന് പറയുന്നത് നമുക്ക് ഒരു 12 മാസം കണ്ടിന്യൂ ഒരു 94% മുട്ട കിട്ടും. അതിനുശേഷം ഒരു 4 മാസം വരെ കഴിയുമ്പോൾ 18 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അതൊരു 75% മാറും. പക്ഷേ ഗ്രാമശ്രീ തുലോം അന്ന് തന്നെയും കുറവ് മുട്ടയല്ലേ വരുത്തുള്ളൂ. പക്ഷേ അത് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. കാര്യം അത് നമ്മൾ തീറ്റയൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല, കണക്കെഴുതി വെക്കുന്നില്ല. ഇതെല്ലാം BV3 വളർത്തുന്നവരെല്ലാം 24 കോഴിയെ വാങ്ങിച്ച് വളർത്തിയാൽ പോലും അത് അതിന് കൃത്യമായ കണക്കെഴുതും. 3 രൂപ 50 പൈസയാക്കി ഇവർക്ക് തീറ്റ കൊടുക്കുന്നു, നമുക്ക് 8 രൂപയുടെ മുട്ട തരുന്നു. മുട്ട തരാത്ത ആളുകളുമുണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടിയ BV380 കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറ്റേത് തീറ്റ പിന്നെ കൈക്കാശ് മുടക്കാതെ കുറച്ച് വളർത്താം, ഇത് കൊടുത്ത് വളർത്തുമ്പോൾ രണ്ടും 2 തരത്തിലാണ് വളർത്ത്. ഇപ്പം ഞങ്ങൾ ഈ ഹരിതസുന്ദരം പല വീടുകളിലൊക്കെ പോകുമ്പോൾ, കർഷകരുടെ ഭവനങ്ങളിലൊക്കെ പോകുമ്പോൾ പല വീട്ടമ്മമാരും പരാതി പറയുന്നുണ്ട്, BV380 കോഴിയാണ് എന്ന പേരിൽ കുറച്ച് തമിഴന്മാർ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, കുറച്ച് മലയാളികൾ വന്ന് ഞങ്ങളെ കബളിപ്പിച്ചു, ഇത് യഥാർത്ഥ കോഴിയല്ലായിരുന്നു, ഇത്രയും മുട്ടയൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ പരാതികൾ വരുന്നുണ്ട്. അല്ല, അത് പിന്നെ പരാതി വരുന്നത് അവിടമല്ല. നമ്മൾ നാട്ടിൽ ഇവർക്ക് കൊടുക്കുന്ന തീറ്റയ്ക്കകത്ത് പ്രോട്ടീൻ്റെ അളവ് കുറയുന്നുണ്ട് സാറേ. ഈ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പം മുട്ട കുറയും. ഏതാണ്ട് ഒരു 13% പ്രോട്ടീനുള്ള ആഹാരം ചെന്നാലേ ഇവർക്ക് ഒരു 4.5% മുട്ട ഇവർ നമുക്ക് തരത്തുള്ളൂ. ഈ പാക്കറ്റ് ഫുഡിനകത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ വരുന്ന മൊത്ത തീറ്റകളും. ഈ തീറ്റകളിനകത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഇവർ പ്രോട്ടീൻ്റെ അംശം കുറവുള്ള മീനിൻ്റെ അംശം കുറയ്ക്കുന്ന സമയത്ത് മുട്ട അവിടെ കുറയും. ഇവർക്ക് എങ്ങനെ കിട്ടിയാലും 13% പ്രോട്ടീൻ കിട്ടുവാണെങ്കിൽ 4% മുട്ട ഇവർ തന്നിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് മുട്ട ഇടാതെ പോകുന്നത്. അതിന് നമുക്ക് കണ്ടിട്ട് ഒരു മാർഗ്ഗമുണ്ട്. നമ്മൾ വീട്ടിൽ വെട്ടുന്ന മീനിൻ്റെ വേസ്റ്റ് നമ്മൾ
അന്നെന്നുള്ള ഒരു മിക്സിയുടെ ജാറിനകത്ത് എടുത്തിട്ടിട്ട് ശകലം വേസ്റ്റും എടുത്തിടുക, ഇവരെ തീറ്റയും കൂടെ ഒരു ജാറിനകത്ത് എടുത്തിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ അവിയൽ പരുവത്തിൽ ഇത് കിട്ടും. ആ സാധനം ഒരു 12 മണിക്ക് അവർക്ക് തീറ്റയുടെ പാത്രത്തിട്ട് കൊടുക്കാമെങ്കിൽ 48% പ്രോട്ടീനുള്ള മീനിൻ്റെ വേസ്റ്റ് ഇവർക്ക് കിട്ടുമ്പോൾ ഒരു കാരണവശാലും പ്രോട്ടീൻ കുറയത്തില്ല. കുറയാതെ വരുമ്പോൾ മുട്ട കുറയത്തുമില്ല. അത് കൊടുക്കുന്ന ഏതെങ്കിലുമൊക്കെ കർഷകർ അവർക്ക് ഇതുപോലെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ആ കോഴികളിലെ മുട്ട കുറവ് വരുന്നത്. മുട്ടക്കോഴി വ്യവസായം പലവിധ ശാഖകളായി വളർന്നപ്പോൾ മുട്ടക്കോഴികളെ അന്വേഷിച്ച് വരുന്നവർക്ക് കൂടുകൾ കൂടി വേണം. അങ്ങനെ പനേറ വീട്ടിൽ കൂടുകളുടെ നിർമ്മാണ പ്രവർത്തനവും തുടങ്ങി. 4 കോഴികൾ, 8 കോഴികൾ, 12 കോഴികൾ എന്നിങ്ങനെ ഗാർഹിക ആവശ്യത്തിന് വരുന്നവർ മുതൽ 4000 കോഴികളെ വളർത്തുന്ന വ്യാവസായിക ഇടങ്ങളിൽ വരെ കൂടുകൾ എത്തിക്കുവാൻ സഫീർ തയ്യാറായി. കട്ടി കമ്പിവലകളിലാണ് കൂടുകളുടെ നിർമ്മാണം. അതിനൊക്കെ പരിചയം സിദ്ധിച്ച ജീവനക്കാരുമുണ്ട്. നിപ്പിൾ ഡ്രിങ്കറുകൾ, PVC പൈപ്പുകൾ ഇവയൊക്കെ യഥാസ്ഥാനത്ത് പിടിപ്പിക്കും. കോഴിക്കൂട്ടിൽ കോഴികൾക്ക് ആവശ്യമുള്ള വെള്ളം നിറയ്ക്കുവാനുള്ള ബക്കറ്റ് ഉയരെയുണ്ട്. മുട്ടകൾ ഒഴുകി വരുന്ന സംവിധാനമുണ്ട്. വേണമെങ്കിൽ വളം ശേഖരിക്കുവാനും സംവിധാനം. ആവശ്യക്കാർക്ക് ആവശ്യമനുസരിച്ച് വീട്ടുമുറ്റത്ത് തന്നെ ഞൊടിയിടയിൽ കൂടുകൾ ഉണ്ടാക്കി നൽകുക ഒരു ഹരമാണ് സഫീറിന്. ധാരാളം ആവശ്യക്കാർ ഇതിനായി എത്തുന്നുണ്ട് താനും. മുട്ടക്കോഴി വളർത്തൽ രംഗത്തെ മാറി മാറി വരുന്ന തരംഗങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ട് സഫീറിന്. അതുകൊണ്ട് തന്നെ കായൽ തീരത്ത് ചില ഫാം ടൂറിസം സാധ്യതകൾക്ക് കൂടി മനസ്സ് കൊടുക്കുകയാണ് സഫീർ. ഹരിതം സുന്ദരത്തോട് അതൊക്കെയും പങ്കുവച്ചു. കോഴിയെ വാങ്ങാൻ വരുന്ന ഒരാൾ ഒരുപക്ഷെ ചിലപ്പോൾ കൂടിനെക്കുറിച്ച് ഒരുപക്ഷെ ആലോചിച്ചില്ലാന്ന് വരും. അപ്പം അങ്ങനെ വന്നാൽ അവിടെയും ഒരു ഉത്തരം സഫീർ കണ്ടെത്തി കഴിഞ്ഞു. 12 കോഴി, 24 കോഴി, 40 കോഴി, 4000 കോഴി വരെയുള്ള കൂടുകൾ ഉണ്ടാക്കി നൽകും. ഇതെങ്ങനെയാണ് പഠിച്ചത്? ഇത് നാമക്കല്ല സാറേ ഇതിൻ്റെ മെയിനായിട്ട് ഉള്ള സ്ഥലം. അത് ടാറ്റായുടെ മെഷീൻ അവിടെ ചെന്നപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ 5 ലക്ഷം കോഴി വരെ ഉള്ള ഫാമുകളാണ് നിൽക്കുന്നത്. അത് അവിടുന്ന് വരുന്ന മുട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 5 രൂപയ്ക്ക് മുട്ട വരുന്നുണ്ട്. കാര്യം അത് 5 ലക്ഷം കോഴി ഉണ്ടായോണ്ടാണ്. അപ്പോൾ അവരന്നേരം നോക്കുന്ന 50 പൈസ ലാഭം. നമുക്ക് പക്ഷേ ഇവിടെ 8 രൂപയ്ക്ക് മുട്ട കൊടുത്താലേ ഒക്കത്തുള്ളൂ 100 കോഴിയെ വളർത്തുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപം നമ്മുടെ നാട്ടിൽ അതേപോലെ സെറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചാണ് ഈ കമ്പിയും കൂടും ഇവിടെ വരുത്തിക്കുന്നത്. എന്നിട്ടാണ് കൊടുത്തത്. നാട്ടിൽ നിൽക്കുന്ന പലരും ബിസിനസ്സുകളൊക്കെ താളം തെറ്റി പുതിയ ഈ രംഗത്തേക്ക് വരുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് നൽകാൻ കഴിയുന്നൊരു ഉപദേശം എന്താ? അല്ല, ആര് ഈ രംഗത്ത് വന്നാലും രാവിലെ ഒരു മണിക്കൂർ ഇതിൻ്റെ കൂടെ ചിലവഴിക്കണം. അതുപോലെ വൈകുന്നേരത്ത് 1 മണിക്കൂർ ചിലവഴിക്കണം. ഇതിനിടയ്ക്ക് മറ്റ് ഡ്രൈവർ പണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടകളുടെ പണിയോ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ 2 ജോലിയും കൂടെ നോക്കിക്കൊണ്ട് പോകാൻ നോക്കും. വീട്ടിലുള്ളവരും കൂടെ ചേരുവാണെങ്കിൽ അത് ഏതായാലും ഒരു 200 കോഴിക്കകത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയെങ്കിൽ നമുക്ക് കുറച്ച് വരുമാനം ഒരു 10-15,000 രൂപ നമുക്ക് നേടിയെടുക്കാൻ നോക്കും. അത് ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതിനെ നമ്മളെ മക്കളെ നോക്കുന്ന കൂട്ട് തന്നെ നോക്കിക്കൊണ്ട് പോകാമെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അതിൻ്റെ പുറകെ തന്നെ വേണം. ഇപ്പോൾ ഈ തുടക്കക്കാർക്ക് എല്ലാ ബിസിനസ്സുകളും, ഉദാഹരണമായിട്ട് കോഴിക്കുഞ്ഞ് വിൽപ്പന, മുതിർന്ന കോഴി വിൽപ്പന, മുട്ട വിൽപ്പന, മുട്ടയിട്ട് തീരുന്ന കോഴികളുടെ വിൽപ്പന, കോഴിക്കൂട് വിൽപ്പന, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ കഴിയും? പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ തിരഞ്ഞെടുക്കേണ്ട മേഖല ആദ്യം അവർ കോഴിയെ ഒരു 100 കോഴി അല്ലെങ്കിൽ 50 കോഴിയെ വാങ്ങിച്ച് ഇതിന് മരണപ്പെടുവോ, ഇതിന് എന്തൊക്കെ വേണം, ഇതിന് എന്ത് വാക്സിൻ കൊടുത്ത് നിലനിർത്താനൊക്കും, അതിന് വാക്സിനെ കുറിച്ചൊക്കെ പിന്നീട് അവർ മനസ്സിലാക്കും. ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് കുഞ്ഞു കോഴിയെ വാങ്ങിച്ച് വളർത്തി വിൽക്കുന്നതിലോട്ട് പോകാറുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് അതിനെ വിറ്റതിന് ശേഷം വലിയ കോഴിയെ 4 മാസം കഴിയുമ്പോൾ വലിയ കോഴിയെ വിൽക്കുന്നതിലോട്ട് പോകാം. കായലിൻ്റെ തീരത്ത്, പ്രത്യേകിച്ചും പള്ളിക്കരാറ്, അഷ്ടോടി കായലൊക്കെ ചേരുന്ന കനറ്റി കായലിൻ്റെ തീരത്ത് ഇങ്ങനൊരു ഫാമൊക്കെ നടത്തുമ്പോൾ ഒരു ടൂറിസം സാധ്യത കൂടി പരിഗണിച്ചൂടെ? ഫാം ടൂറിസം സാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യാനായിട്ടുള്ള അടുത്ത ഒരു പരിപാടി അതാ ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള കോഴികൾ, പലതരത്തിലുള്ള മൃഗങ്ങൾ, ഇതെല്ലാം കൂടെ വെച്ചും കൊണ്ട് ഒന്ന് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അത് നടക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം സാറ് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലോട്ട് പോവാം. എന്തിനും ഒരു നിലപാട് തറയുണ്ട്. നിലപാടുകൾ വെറും കഷ്ടപ്പാടുകളല്ല എന്ന് തെളിയിക്കുകയാണ് സഫീർ. നേരാം ഭാവുകങ്ങൾ.